നമസ്കാരം. എൻ്റെ പേര് മോഹന ധർമ്മവ്രതൻ. ഞാൻ സിൽവറിൽസിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റാണ്. ഞങ്ങൾ 1975 ഞങ്ങൾ ജോയിൻ ചെയ്തു. ആക്ച്വലി എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ 1 to 4 വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്. അവിടുന്ന് 5th വന്നിട്ട് സിൽവറിൽസ് ചേർത്തു. അപ്പോൾ അപ്പോഴത്തെ ടീച്ചേഴ്സിൻ്റെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. പിന്നെ അവർ ഒരു വർഷം കൊണ്ട് തന്നെ ആ സിലബസ് എല്ലാം കവറപ്പ് ചെയ്തു. ഇംഗ്ലീഷ് ശരിക്കും വായിക്കാൻ അറിയാത്ത ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ഞങ്ങൾ കുറച്ച് പേര് മലയാളം മീഡിയത്തിൽ വന്നിരുന്നു. അവരെല്ലാവരും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ട് അവരെ പഠിപ്പിച്ചെടുത്ത് ഒരു 6th എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ 6th പോർഷൻ തന്നെ കവറപ്പ് ചെയ്തു. അപ്പോൾ ആ 5th അവർ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 പോർഷൻസ് മൊത്തം അവർ കവറപ്പ് ചെയ്തു. അപ്പോൾ ആ ടീച്ചേഴ്സിന് നമ്മൾക്ക് ഹാറ്റ്സ് ഓഫ് ടു ദം. ഫസ്റ്റ് തിങ്. പിന്നെ സിൽവറിൽസിൻ്റെ കാര്യം പറഞ്ഞാൽ അത്രയും നല്ലൊരു സ്കൂളാണ്. ഞാൻ ശരിക്കും ലക്കിയാണ് അവിടെ അഡ്മിഷൻ കിട്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ സൗദി അറേബ്യയിൽ ഞാൻ ജിദ്ദയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്താണ്. ഇപ്പോൾ അവിടെ പോയി എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായില്ല. ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡെമോ എടുക്കാനോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്ബ്രിങ്ങിങ്, നമ്മൾക്ക് ബ്രോട്ടപ്പ് അങ്ങനെയാണ് നമ്മുടെ സ്കൂളിൽ. അത്രയും ടീച്ചേഴ്സിൻ്റെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും അത് ശരിക്കും നമ്മൾ അത് പറഞ്ഞേ പറ്റൂ. അവരത്ര മാത്രം അവർ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ സ്കൂള് ഈ ബ്ലൂം ചെയ്ത് ഇത്രയും എത്തിയത്. ഇനിയും സ്കൂൾ അങ്ങ് ബ്ലൂം ചെയ്ത് നല്ല നിലയിൽ എത്തട്ടെ. അതാണ് ഐ എം പ്രൗഡ് ഓഫ് മൈ സ്കൂൾ. What you said, something very interesting. അതെന്താ അറിയോ? 1 മുതൽ 4 വരെ നിങ്ങൾ മലയാളം മീഡിയത്തിൽ പഠിച്ചു. യെസ്. അതേത് സ്കൂളായിരുന്നു? അത് MAM UP സ്കൂൾ, പറമ്പിൽ കടവ്. 1 to 4. അത് കഴിഞ്ഞിട്ട് യു കെയിം ഹിയർ. എന്നിട്ട് 5th സ്റ്റാൻഡേർഡിലാണ് ജോയിൻ ചെയ്യുന്നത്. യെസ്. And then you were saying the teachers here covered the portions within 1 year. 1 year, അല്ലേ? യെസ്. അതിൽ ഏതെങ്കിലും ഒരു ടീച്ചർ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ പേര് ഓർത്തെടുക്കാൻ പറ്റുമോ? സിസ്റ്റേഴ്സ് ആൻഡ് ഫാദേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ആരായിരുന്നു ആദ്യത്തെ പ്രിൻസിപ്പൽ? ആദ്യത്തെ പ്രിൻസിപ്പൽ ഞങ്ങളുടെ സർ ജോസഫ് ഡൊമിനിക്സ് സാറായിരുന്നു. നല്ല പ്രിൻസിപ്പളായിരുന്നു. എല്ലാം വളരെ സ്ട്രിക്റ്റ് ആണ്, എല്ലാം നല്ല ഇതായിരുന്നു. Anything else you remember about him? Like about him? He was very strict and okay. He was very like, അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, പഠിപ്പിച്ചിട്ടില്ല. പ്രിൻസിപ്പൾ ആയിരുന്നു. ഞങ്ങൾക്ക് സിസ്റ്റേഴ്സും ഫാദേഴ്സും ഒക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് അറിയാമല്ലോ, അവരൊക്കെ ഡെഡിക്കേഷൻ മീൻസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അവർ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് തന്നെ കവറപ്പ് ചെയ്ത് ഞങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ CBSE അവരുടെ കരിക്കുലം ഒരു സിലബസിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. ഏതെങ്കിലും സിസ്റ്റേഴ്സിന് ഓർമ്മയുണ്ടോ? ആനി സിസ്റ്റർ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സിസ്റ്റർ ആയിരുന്നു ആനി സിസ്റ്റർ. സിസ്റ്ററാണ് എല്ലാവരും എല്ലാം നല്ല ഇതിൽ കോച്ചിങ് തന്ന് ഞങ്ങളെ ശരിയാക്കി എടുത്തതെന്ന് പറയാം നമുക്ക്. എത്ര കുട്ടികളുണ്ടായിരുന്നു നിങ്ങളുടെ ബാച്ചിൽ? ഫസ്റ്റ് ബാച്ചിൽ ഞങ്ങൾക്ക് 24 സ്റ്റുഡൻസ് ആയിരുന്നു. ഗേൾസ് സ്വതവേ കുറവായിരുന്നു, ബോയ്സ് ആയിരുന്നു കൂടുതൽ. അത് കുറച്ച് പേര് ഫ്രം ഇംഗ്ലീഷ് മീഡിയം, കുറച്ച് പേര് ഫ്രം മലയാളം മീഡിയം, അങ്ങനെ സെപ്പറേറ്റ് ക്ലാസ്സസ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾക്ക് അവർ സ്പെഷ്യലായിട്ട് അറ്റൻഷൻ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നിട്ട് ഞങ്ങളെ ശരിയാക്കി എടുത്തു എന്ന് പറയാം. അതാ ഞാൻ പറഞ്ഞ, അവർക്ക് എപ്പോഴും നമ്മൾ ഹാറ്റ്സ് ഓഫ് ടു ദ ടീച്ചേഴ്സ്, റിയലി. What time would the classes start? It's 9:30 to 4. എത്ര സ്ട്രെങ്ത് ഉണ്ടായിരുന്നു നിങ്ങളുടെ ക്ലാസ്സിൽ? ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ക്ലാസ് 1 ആൻഡ് ക്ലാസ് 5 ആയിരുന്നു ആദ്യം സ്റ്റാർട്ടിങ്. അത് ക്ലാസ് 1 46 ആൻഡ് ക്ലാസ് 5 26 സ്റ്റുഡൻസ് ആയിരുന്നു. ആ 26 സ്റ്റുഡൻസ് 2 സെക്ഷനായിട്ട്, അതായത് 2 സെക്ഷനായിട്ട്, ഒന്ന് ഇംഗ്ലീഷ് മീഡിയം, സ്റ്റുഡൻസ് കെയിം ഫ്രം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആൻഡ് ദ റെസ്റ്റ് ഫ്രം മലയാളം മീഡിയം. അങ്ങനെ ആയിട്ട് പിന്നെ അവർ ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ കോച്ചിങ് തന്ന്. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ക്ലാസ്സേ ഉള്ളായിരുന്നു. 5th ഒരു ക്ലാസ്. I think you meant 24 students in class 5, അല്ലേ? Yeah. Where anything that comes to your memory? Yeah. Especially I have to thank Father Isidore Vadakkan, because 9th 10th ഫാദർ ആയിരുന്നു പ്രിൻസിപ്പൾ. അത് തന്നെയല്ല, നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. ഫാദർ അന്ന് കാസറ്റ്സ്, സീരീസിലെ കാസറ്റ്സ് കൊണ്ടുവന്നിട്ട് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്, ദെൻ ലിസണിങ് കോംപ്രിഹെൻഷൻ ക്ലാസ്സസ് എല്ലാം നമ്മൾക്ക് ആഴ്ച 2 ദിവസം 3 ദിവസം അങ്ങനെ ആക്കി ഞങ്ങളെ ആക്സെൻറ്റ് ഇംപ്രൂവ് ചെയ്യാനും
അങ്ങനെ വളരെ ഏറെ ഞങ്ങളെ സഹായിച്ചത് ആ ഫാദറാണ്. ഫാദർ ഇന്ന് ലോകത്ത് നിന്ന് പോയി. ആ ഫാദറിനും ഹാറ്റ്സ് ഓഫ് ടു ദറ്റ് ഫാദർ. കാര്യം അതുകൊണ്ട് എന്താ, ഞങ്ങൾ പിന്നെ എവിടെ പോയാലും ഞങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നും ഞങ്ങൾക്ക് ഒരു പേടിയില്ല. നമ്മൾ വി ആർ ഫ്രീ ഓഫ്. കാര്യം അന്ന് തന്ന ആ ട്രെയിനിങ് ആണ് അത്. ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ എനിക്ക് തോന്നുന്നില്ല അവർ സ്കൂളിൽ ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന്. പിന്നെ ഫാദറിനൊരു ഇതുണ്ട്, ഒരു പണിഷ്മെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഫൈൻ ഞങ്ങളെ മേലിൽ അടിച്ചേൽപ്പിക്കും. അതായത് ഇപ്പോൾ ഓരോ വേർഡിന് 5 പൈസ അങ്ങനെ എന്തോ ആയിരുന്നു. എന്തെന്ന് വെച്ചാൽ സ്കൂളിൽ പൈസ കിട്ടാൻ വേണ്ടിയല്ല, പക്ഷേ ഞങ്ങളെ ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ മലയാളം പറയത്തേ ഇല്ല. അപ്പം ഇംഗ്ലീഷ് തന്നെ പറഞ്ഞ് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ അത്രയും പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അത് വലിയൊരു കാര്യമാണ് ഫാദർ ചെയ്തത്. അത് നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ സ്കൂളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലൂമിംഗ് ആയിട്ട് വരും. കാര്യം അവരുടെ ഡെഡിക്കേഷൻ, എല്ലാ ഫാദേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എല്ലാവരും വർക്ക് ചെയ്യുന്നവരും എല്ലാവരെയും ഡെഡിക്കേഷനും അവരുടെ ആ സിൻസിയർ ആയിട്ടുള്ള അവരുടെ ഇതാണ് നമ്മളെ ഇത്രയും നിലയിലെത്തിക്കുന്നത്. ഇനിയും ഈ സ്കൂൾ വളരും. വളരെ സന്തോഷം. ഐ എം റിയലി പ്രൗഡ് ഓഫ് ടു ബി എ സ്റ്റുഡൻറ് ഓഫ് ദ സ്കൂൾ ബിഫോർ, ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈ സ്കൂൾ. ഈ പറഞ്ഞ പേരുകൾ കൂടാതെ വേറെ ആരെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? പിന്നെ 2 ഫാദേഴ്സ് ഉണ്ട്. പിന്നെ സ്കറിയ തോപ്പിൽ ഞങ്ങളുടെ മാത്സ് സർ ആയിരുന്നു. പിന്നെ ഫാദർ എടക്കര, അവരും നമ്മൾക്ക് എല്ലാം, ദാറ്റ് മീൻസ് ഹി വാസ് ഓൾറൗണ്ടർ. എല്ലാത്തിലും വന്നിട്ട് എല്ലാ ക്ലാസ്സിലൊക്കെ വന്നിട്ട് എല്ലാവരും കോച്ചിങ്ങും എല്ലാം നല്ല ഓൾറൗണ്ടർ ആയിരുന്നു എല്ലാത്തിനും. അവരെ 2 പേരെയും അതേപോലെ തന്നെ ഹാറ്റ്സ് ഓഫ് ടു ദം ഓൾസോ. Which year did you pass out? 1981. എൻ്റെ ഒരു മോളും ഇവിടെ പഠിച്ചിട്ടുണ്ട്, 2008 ബാച്ച്, +1 and +2. What's her name? ജിഗിഷ ധർമ്മൻ. എന്താ ഇപ്പൊ ചെയ്യുന്നത്? അവളിപ്പോൾ UK-ലാണ്. അവള് യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം. ഷീസ് വർക്കിംഗ് ആസ് എൻ അസിസ്റ്റന്റ് പ്രൊഫസർ there. She's with her husband there. Which subject? She has done like in architecture from NIT BR and MArch from SBA Delhi, and after that she was working as a assistant professor in Bangalore BMS College of School of Architecture. Now she's in UK. She's taking architecture. After you passed out, പിന്നെ എപ്പോഴാ തിരിച്ച് ക്യാമ്പസിൽ വന്നെന്ന് ഓർമ്മയുണ്ടോ? No, actually after that, after completing 10th, I joined in Providence Women's College for pre-degree, then MES College for my degree and my PG. After that, I went to Saudi Arabia. For 20 years I was in Saudi Arabia. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അലൂമിനി ഉണ്ട്, നമ്മളൊന്ന് ജസ്റ്റ് വന്ന് സ്കൂളിൽ വന്ന് മീറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വെക്കേഷൻ ടൈമിൽ മാത്രം ഇടയ്ക്കൊന്ന് വന്ന് ഫ്രാൻസ് ചേട്ടനെയൊക്കെ ഒന്ന് കാണും, അത് തന്നെ. അല്ലാതെ അങ്ങനെ വന്നിട്ടില്ല. Anything else you would like to add? I think we have covered almost. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ടീച്ചേഴ്സ് ആണ്. അവരെ ചില പേരൊക്കെ മറന്നുപോയി, എന്നാലും എല്ലാ ടീച്ചേഴ്സിനോടും നമ്മൾ അത്രയും മാത്രം അവർ ഡെഡിക്കേറ്റഡായി അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്, എനിക്കറിയാം. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും നമ്മൾ ഹാറ്റ്സ് ഓഫ്. ഞാൻ അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു. സത്യം പറഞ്ഞാൽ കുറേ പേര് നമ്മളെ വിട്ടുപോയി, എന്നാലും അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സ്കൂൾ, റിയലി.